ഹലോ, വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബുക്ക് റിവ്യൂവുമായിട്ടാണ്. ബുക്കിൻ്റെ പേര് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഓഥർ ബാബു എബ്രഹാം. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാതൃഭൂമി ബുക്സാണ്. വില വരുന്നത് 300 രൂപ. സ്വന്തം ജീവിതാനുഭവങ്ങളെയാണ് ബാബു എബ്രഹാം ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. തൻ്റെ ജീവിതം കടന്നുപോയ സാഹചര്യങ്ങളെ നമ്മളോട് പറയുമ്പോൾ ഉള്ളിലൊരു നോവോടുകൂടി മാത്രമേ ഈ ബുക്ക് നമുക്ക് വായിച്ചു തീർക്കാനാവുകയുള്ളൂ. നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമുക്ക് കഥകളാണ്. എഴുത്തുകാരൻ കടന്നുപോയ സാഹചര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് നിറയുന്നതാണ് കാണാൻ സാധിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സഹനശക്തി സ്ത്രീയാണെന്നും ഒരു സ്ത്രീ വിചാരിച്ചാൽ പലതും ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുമെന്ന് ഈ കഥ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരിരുമ്പിനേക്കാൾ ശക്തിയുള്ള ഒരു സ്ത്രീ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി തീർത്തവൾ. വിവാഹശേഷം 4 മക്കളുണ്ടായി എന്നല്ലാതെ മറ്റൊരു ഉപകാരവുമില്ലാത്ത ഭർത്താവ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തി. അവിടുന്ന് അങ്ങോട്ട് ഈ 4 മക്കളെയും വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടുന്ന് ജീവിത വിജയം കൈവരിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. സ്ത്രീയെന്നോ ഉരുക്കു വനിതയെന്നോ വേണമെങ്കിൽ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയേറെ ബഹുമാനം നമുക്ക് ഇവരുടെ കഥ കേൾക്കുമ്പോൾ തോന്നിപ്പോവും. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ആ അമ്മ എടുക്കുന്ന നിലപാടുകൾ വളരെ ശക്തമാണ്. ഒരാളെ മുന്നിലും അടിപതറാത്ത ധൈര്യവും ശൗര്യവും അവർക്കുണ്ടായിരുന്നു. ഇടുക്കിയിലെ കമ്പിളിക്കണ്ടം എന്ന പ്രദേശത്താണ് ഈ പുസ്തകത്തിൻ്റെ കഥയുടെ പിന്നാമ്പുറം കാണാനാവുന്നത്. നായകനായ എഴുത്തുകാരൻ തൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്ന അവജ്ഞയെയും അവഹേളനങ്ങളും അവഗണനകളും അവിശ്വസനീയമാം വിധം മറികടന്ന ജീവിതരേഖയാണ് ഈ പുസ്തകം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പട്ടിണിയും പരിവട്ടവും ഇതിൽ വ്യക്തമാണ്. ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അതൊക്കെ. കാരണം ഇന്നത്തെ ലോകത്ത് അന്നുണ്ടായതുപോലൊരു പട്ടിണിയെ കാണാൻ നമുക്ക് സാധിക്കില്ല. ജീവിതം വഴിമുട്ടി വലിയ പ്രയാസം നേരിട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയെടുത്തു നിന്നും ജീവിതം കൈവെട്ടിപ്പിടിച്ച് മക്കളെ നല്ല നിലയിൽ വളർത്തി ഒരു വഴിക്കെത്തിച്ച നന്ദിക്കുന്നേൽ മേരി എന്ന സ്ത്രീയുടെ അതിസഹനത്തിൻ്റെയും ക്ഷമയുടെയും കഥ ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇതിൽ ഈ മക്കള് അനാഥശാലയിൽ നിൽക്കുന്ന അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. അത് വായിച്ച് തീർക്കുക എന്നതാണ് വായനക്കാരനെ ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യം. കാരണം ഒരു വിങ്ങലോടുകൂടിയും അറുപ്പോടുകൂടിയും അല്ലാതെ നമുക്കത് വായിക്കാൻ സാധിക്കില്ല. അത്രയേറെ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ജീവിതത്തിൽ അനുഭവിച്ചത്. അതും ഇതൊരു റിയൽ സ്റ്റോറിയാണ് എന്നുള്ളത് കൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയാസം തോന്നുകയാണ് ചെയ്യുക. എഴുത്തിലൂടെ വായനക്കാരനെ സംതൃപ്തിപ്പെടുത്താനും കാലഘട്ടാനുസൃതമായി കഥ പറയാനും ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. തൻ്റെ എല്ലാ കഷ്ടപ്പാടുകളോടും പൊരുതിക്കൊണ്ട് സത്യത്തിനും നീതിയിലും മാത്രമായി മക്കളെ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ജീവിതമാണ്. തൻ്റെ എല്ലാ കഷ്ടപ്പാടുകളോടും പൊരുതിക്കൊണ്ട് സത്യത്തിനും നീതിയിലുമായി തൻ്റെ മക്കളെ വളരെ നല്ല രീതിയിൽ വളർത്തി വൈകിയ വേളയിൽ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വന്നപ്പോൾ അത് അനുഭവിക്കാനുള്ള ആയുസ് അവർക്കില്ലാതെ പോകുന്നതാണ് പിന്നീട് ഈ കഥയിൽ നമുക്ക് കാണാനാവുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇതൊരിക്കലും ഒരു ഫിക്ഷൻ ഒന്നുമല്ല, റിയൽ സ്റ്റോറിയാണ്. നമ്മുടെ സമൂഹത്തിലും ഈ രീതിയിലും ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് ഈ പുസ്തകം ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത പുസ്തകമായി വരുന്നത് വരെ ബൈ ബൈ.